സമയം പാതിരാത്രിയായി കാണും. എൻ്റെ ശരീരത്തിലൂടെ ഒരു കൈ ഇഴഞ്ഞു നടക്കുകയാണ്. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്നാണ് ഈ കൈ ഇങ്ങനെ ഇഴഞ്ഞു നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ ഉണർന്നത്. അത് ഇളയ ചേച്ചിയുടെ കൈയായിരുന്നു. ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ ഞാനും ചേച്ചിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അന്നേരം എനിക്ക് മനസ്സിലായി, എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആൾ കിടപ്പുണ്ട്. അതിലൊന്ന് ഇളയ ചേച്ചിയാണെന്ന് എനിക്ക് ഉറപ്പാണ്. മറ്റേതാരായിരിക്കും? അന്നേരമാണ് ഉറങ്ങാൻ പോകുന്ന സമയത്ത് വാതിൽ കുറ്റിയിടുന്നില്ല എന്ന് ചേച്ചി പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നത്. തീർച്ചയായും മൂത്ത ചേച്ചിയും ഇളയ ചേച്ചിയുടെ കൂടെ കൂടിയതായിരിക്കും. എൻ്റെ ഉള്ളിലൊരു വല്ലാത്ത മിന്നൽ പിണർ പാഞ്ഞു. രണ്ടുപേരും കൂടി എന്നെ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് ഞാനിങ്ങനെ ആശങ്കപ്പെട്ടു. എന്തായാലും 10ാം ക്ലാസ്സിൽ പഠിക്കുന്നയാളല്ലേ. ഈ ഒരു പ്രായത്തിനുള്ളിൽ പലരും പറഞ്ഞു കേട്ട കഥകളും പലരും സംസാരിച്ച അനുഭവങ്ങളുമൊക്കെ വച്ച് അവരെന്നോട് എന്താവും ചെയ്യുക എന്നത് ഞാൻ ഊഹിച്ചു. അതുതന്നെ സംഭവിച്ചു. ചേച്ചിമാർ രണ്ടുപേരും കൂടി എന്നെ സ്വർഗം കാണിച്ചു.